അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിനീതനായ എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയോളം മുമ്പ് ഡയാലിസിസ് നടക്കുകയുണ്ടായി. വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് ശ്വാസം മുട്ട് വർദ്ധിക്കുകയും വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തതുകൊണ്ട് തന്നെ ഡയാലിസിസിനോട് ബന്ധപ്പെട്ടുണ്ടാകേണ്ട ഒരുപാട് പ്രതിസന്ധികൾ വളരെ അത്ഭുതകരമായ നിലയിൽ തരണം ചെയ്യുകയുണ്ടായി. രാവിലെ എഴുന്നേറ്റ് നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ശ്വാസം മുട്ട് ആരംഭിക്കുന്നത്. ആ സമയം വളരെ പ്രഭാത സമയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്താൻ പറ്റി. ശ്വാസം മുട്ട് വളരെ മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തുകയും ഓക്സിജൻ ഉൾപ്പെടെ നൽകുകയും ചെയ്ത് വളരെ പെട്ടെന്ന് ഡയാലിസിസിലേക്ക് ഉള്ള നീക്കം ആരംഭിക്കുകയും ഡയാലിസിസ് ചെയ്യുകയും ചെയ്തു. സാധാരണ നിലയിൽ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി മാത്രമേ ഡയാലിസിസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർമാർ കരുതിയിരുന്നെങ്കിലും അത്രയൊന്നും വേണ്ടി വരാതെ വളരെ നല്ല നിലയിൽ വളരെ വേഗം തന്നെ ഡയാലിസിസിലേക്ക് നീങ്ങാനും ഡയാലിസിസ് വിജയകരമായി തന്നെ നടത്താനും കഴിയുകയുണ്ടായി. ഡോക്ടർ ഇക്ബാലിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കുകയും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഒരുപാട് സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, അഭിമന്യരായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, ധാരാളം സാധാരണക്കാരായ സഹോദരങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് ഡയാലിസിസ് നടക്കുകയും തുടർന്നങ്ങോട്ട് ഛർദി ഉൾപ്പെടെയുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രയാസങ്ങളില്ലാതെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇപ്പോഴുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട് ഡയാലിസിസ് ചെയ്യാൻ 32 കൊല്ലം കൊണ്ട് ഷുഗറുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശരീരത്തിൻ്റെ നരമ്പുകളൊക്കെ ദുർബലമായിരിക്കുന്നത് കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ നരമ്പുകൾ വഴി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഡോക്ടർമാരെ അലട്ടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡയാലിസിസിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നരമ്പുകൾക്ക് ബലമില്ലാത്തതുകൊണ്ട് നരമ്പുകൾ പെട്ടെന്ന് ബ്ലോക്കായി പോകുന്നത് കൊണ്ട് ഒരു വിഷമകരമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നിലവിൽ ഡോക്ടർമാർ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന പേരിലുള്ള ഒരു ഡയാലിസിസിൻ്റെ വയറുവഴി ചെയ്യുന്ന ഡയാലിസിസാണത്. അത് വയറ്റിൽ ഒരു ട്യൂബ് ഘടിപ്പിക്കുകയും ആ ട്യൂബ് വഴി വയറ്റിലേക്ക് ഒരു പ്രത്യേക ദ്രാവകം പ്രവേശിപ്പിച്ച് എല്ലാ ദിവസവും ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്കാണ് ഡോക്ടർമാരെത്തിയിരിക്കുന്നത്. അതിനൊരു സർജറി നടക്കേണ്ടതുണ്ട്. ആ സർജറി നാളെ ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. നാളെ രാവിലെ, തിങ്കളാഴ്ച രാവിലെയുള്ള ഡയാലിസിസ് കഴിഞ്ഞ് അനസ്തേഷ്യ നൽകി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി സർജറി നടത്താനാണ് തീരുമാനം. ആ സർജറി നാളെ നടത്തും. ആ സർജറി വിജയകരമാകുന്നതിനും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഹൈറായ നിലയിൽ നടക്കുന്നതിനും ബുദ്ധിമുട്ടുകളില്ലാത്തവണ്ണം കാര്യങ്ങൾ നീങ്ങുന്നതിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സഹായം ഇതുവരെ ഉണ്ടായതുപോലെയും അതിലപ്പുറവും ഇനിയും ലഭ്യമാകാനും എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നാളത്തെ സർജറി വിജയിക്കുവാൻ വേണ്ടി ദുആ എടുക്കണം. ഇത്രയും കാലം എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കും എനിക്കും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഈ പ്രത്യേക അവസരത്തിൽ ആവർത്തിച്ച് നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. रहमतल लिल्लालमीन जान को जान जाना रहमतल